റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യത്തേത്, ഒന്നാമത്തെ ആക്ടിവിറ്റി, നുക്കമ്മിലു ബിൽ കലിമാത്തിൽ മുനാസിബത്തി കമാഫിൽ മിസാലി. ഉദാഹരണത്തിലുള്ള പോലെ ബാക്കിയുള്ള ഈ കലിമത്തുകളൊക്കെ ചേർത്തുങ്ങാണ്ട് ഇവിടെ പൂരിപ്പിച്ചു കൊടുക്കാനാണ്. അതിൽ ഉദാഹരണം ഇവിടെ നിന്ന് നോക്കി നമുക്ക് മനസ്സിലാകും. മിസാൽ, ഒരു ഉദാഹരണം എന്താ? യാ സാലിമു, സാലിമേ, അൻത സ്വദീഖി, നീ എൻ്റെ കൂട്ടുകാരനാണ് അല്ലേ. അതിലിവിടെ ബ്രാക്കറ്റിൽ ഹുവ, അൻത, അൻതി എന്നുണ്ട്. അതിൽ ഈ അൻതയാണ് അവിടെ ചേർക്കേണ്ടത്. കാരണം യാ എന്നുള്ളത് തുടക്കത്തിൽ വന്നാൽ പിന്നെ അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന അതൊക്കെയാണ് ചേർക്കുക. പിന്നെ സ്വദീഖ് അല്ലേ, സാലിമിനോടാണ് പറയണത്. അപ്പോൾ അത് ആണിനോടാണ്, അതുകൊണ്ട് അൻത എന്നാണ്. അത് പെണ്ണാണെങ്കിൽ അൻതി എന്നാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഒരു ഉദാഹരണമാണ്. അത് നോക്കിയിട്ട് വേണം നമുക്ക് ഓരോന്ന് ചെയ്യാൻ. അതിൽ ഒന്നാമത്തത് എന്താണ്? യാ അബ്നാഉ, ഓ മക്കളെ, ഡാഷ് ലായിബൂൻ, അഥവാ നിങ്ങൾ കളിക്കുന്നവരാണ് എന്നാണ് വേണ്ടത്. അതിനിവിടെ അൻതയാണോ വേണ്ടത്, അൻതിയാണോ, അൻതും ആണോ? അബ്നാഉ എന്നാണ് പറഞ്ഞത്. ജം ആണ് അല്ലേ, കുറേ ആൾക്കാരോടാണ് പറയുന്നത്. പിന്നെ ആണുങ്ങളോടുമാണ്. അതുകൊണ്ട് നമ്മൾ എന്താ കൊടുക്കുക? അൻതും, ഇതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ യാ അബ്നാഉ അൻതും ലായിബൂൻ എന്നാണ് വരിക. ഈ രണ്ടാമത്തത്, ഫാത്തിമത്തു ഡാഷ് ഉഖ്തി, ഫാത്തിമത്തു, ഫാത്തിമ ഡാഷ് ഉഖ്തി, സഹോദരിയാണ്, അവൾ എൻ്റെ സഹോദരിയാണ് എന്നാണ് വേണ്ടത്. അതിന് ഹിയ വേണോ, അൻത വേണോ, അൻതും വേണോ? ഈ അൻത, അൻതും എന്നുള്ളതൊക്കെ കൊടുക്കണമെങ്കിൽ യാന്ന് തുടക്കത്തിൽ വേണം. ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അത് നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ പിന്നെ ഹിയയാണ് ചേർക്കേണ്ടത്. ഫാത്തിമ പെണ്ണാണ്, അപ്പോൾ ഹിയയാണ് ഇവിടെ ചേർക്കേണ്ടത് അല്ലേ. ഫാത്തിമത്തു, ഫാത്തിമ, ഹിയ അവൾ, ഉഖ്തി എൻ്റെ സഹോദരിയാണ്. അപ്പോൾ അതാ ചേർക്കുക. ഇനി മൂന്നാമത്തേത്, അൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ, യദ്ഹബൂന ഇലൽ മക്ക, അവർ ഇവിടെ അവർ എന്നുള്ളതിൻ്റെ അറബിയാണ് വേണ്ടത്. യദ്ഹബൂന ഇലാ മക്ക, മക്കയിലേക്ക് പോകുന്നവരാണ്, അല്ലെങ്കിൽ മക്കയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ രണ്ട് ചാൻസിലൂടെ ഹിയ ഉണ്ട്, അൻതുണ്ട്, ഹും ഉണ്ട് അല്ലേ. അതിൽ അവർ എന്നാ പറയാം. അപ്പോൾ മുസ്ലിമു എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടല്ലോ, ജം ആണ്. അപ്പോൾ ജം ഉള്ളത് ഇവിടെ ഈ ഹും എന്നുള്ളത് തന്നെ ഉള്ളൂ. അതാണ് അതിൻ്റെ ആൻസർ വരിക. അൽ മുസ്ലിമൂന ഹും യദ്ഹബൂന ഇലാ മക്ക. ഹിയ എന്നുള്ളത് പറ്റില്ല, കാരണം ഒരു പെണ്ണാണെങ്കിൽ ഹിയ കൊടുക്കുക. പിന്നെ അൻതി എന്തായാലും പറ്റില്ല, യാ എന്നൊക്കെ ഉണ്ടെങ്കിലേ നമുക്കത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി നാലാമത്തത്, ജവാദ്, ജവാദ് ഡാഷ് ഉസ്താദി, അദ്ദേഹം എൻ്റെ ഉസ്താദാണ് എന്നാണ് വേണ്ടത്. ഇവിടെയൊക്കെ ഒരാളാണ്, ഒരാണാണ്. അപ്പോൾ ഹുവ, ഹിയ, അൻതി ഏതാ കൊടുക്കുക? അൻതി ഏതായാലും അല്ല, ഞാൻ പറഞ്ഞു നേരത്തെ യാ എന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. പിന്നെ ഹുവ, ഹിയ, ഹിയ ആണെങ്കിൽ പെണ്ണാണ്, ഹുവ ആണെങ്കിൽ ആണാണ്. ഇവിടെ ഉസ്താദ്, ഉസ്താദിനോടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഹുവയാണ് അതിൻ്റെ ആൻസർ. ജവാദുൻ, ജവാദ്, ഹുവ, അദ്ദേഹം, ഉസ്താദ് എൻ്റെ ഉസ്താദാണ് എന്ന് പറയാം. ഇനി അഞ്ചാമത്തത് എന്താ? ഡാഷ് മുസ്ലിമുൻ അൽ ഇസ്ലാമു ദീനി, അത് ഹുമ, അന, അൻതും എന്നാണ്. അതിൽ ഹുമയും പറ്റൂല, അൻതും പറ്റൂല. അതിന് ശരി അന എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, അന മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണ്. അൽ ഇസ്ലാമു ദീനി, ഇസ്ലാം എൻ്റെ ദീനാണ് എന്നാണ് അർത്ഥം വരിക. ആറാമത്തത്, വലാ തഖ്റബ ഡാഷ് അശ്ശജറത്ത, അവിടെ ഹാദാ, ഹാദിഹി, ദാലിക്കുണ്ട്. ഇത് ഖുർആനിലൊരായത്താണ്, അതിനോട് ചേർക്കുന്നത് ഹാദിഹി എന്നാണ്. ഹാദിഹി, ഇവിടെ ഷജറത്ത എന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഹാദിഹി ചേർക്കാം. വലാ തഖ്റബ ഹാദിഹി ഷജറത്ത. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, നുക്കമ്മിലുൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഇവിടെ രണ്ട് ബോക്സുകളുണ്ട്. അൽഫേലുൽ മുലാരി, ആദ്യം മുലാരി ആണ് അല്ലേ. മുലാരിയും മാലിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ മുലാരി, ഒരു 4 വാക്കുകൾ ഇവിടെ ഉണ്ട്.
ഇപ്പുറത്ത് അൽഫീലുൽ മാളി എന്ന് കൊടുത്തങ്ങാണ്ട് ഇവിടെ അത് എഴുതാനുള്ള അതിൻ്റെ മാളി എഴുതാനുള്ള സ്ഥലമുണ്ട്. അതിൽ ഒന്നാമത്തത് എന്താണ്? തസ്മഉ എന്നാണ്. തസ്മഉ അതിൻ്റെ മാളി എന്താ? തസ്മഉ എന്ന് പറഞ്ഞാൽ അവൾ കേൾക്കും എന്നാണ്. അത് അവൾ കേട്ടു എന്നാക്കണമെങ്കിൽ സെമിഅത്ത് എന്നും കൂടി ചേർക്കണം. ഈ കുട്ടികൾ അധികവും സെമിഅത്ത് ഈ താ ചേർക്കാറില്ല. തസ്മഉ ഫസ്റ്റ് താ എന്നുണ്ടെങ്കിൽ മുളാരിയിൽ ഫസ്റ്റ് താ എന്നുണ്ടെങ്കിൽ മാളിയിൽ അവസാനം ത് എന്നുള്ളത് ചേർക്കണം. ജസ്റ്റ് ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞതാണ്. രണ്ടാമത്തത് യസ്മഉ ആണ്, അവൻ കേൾക്കും എന്നാണ് അർത്ഥം. അതിന് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിന് സെമിഅ എന്ന് മതി. സെമിഅ യസ്മഉ, ല യസ്മഉ സെമിഅ. മൂന്നാമത്തത് യഖൂലു എന്നാണ്. അപ്പോൾ 2 കഴിഞ്ഞു. 3 യഖൂലു. യഖൂലു പറഞ്ഞാൽ അവൻ പറയും എന്നാണ്. അപ്പോൾ അവൻ പറഞ്ഞു എന്നുള്ളതിന് എന്താണ്? ഖാല എന്നാണ്. ഖാല, യഖൂലു ഖാല. നാലാമത്തത് യദ്ഹബു, അവൻ പോകും എന്നാണ്. അതിന് അവൻ പോയി എന്ന് പറയണമെങ്കിൽ ദഹബ എന്നാണ് ഉപയോഗിക്കുക. ദഹബ. അപ്പോൾ തസ്മഉ എന്നുള്ളതിൻ്റെ സെമിഅത്ത്, യസ്മഉ സെമിഅ, യഖൂലു ഖാല, യദ്ഹബു ദഹബ. അപ്പം അങ്ങനെ മുളാരി മാളി ആക്കാനോ അല്ലെങ്കിൽ മാളി തന്നിട്ട് മുളാരി ആക്കാനോ ഒക്കെ എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാകും. അപ്പോൾ അത് കൃത്യമായിട്ട് പാഠഭാഗങ്ങളിലൊക്കെ ഉള്ളത് അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കുക. ഇനി അടുത്തൊരു ആക്ടിവിറ്റി, മൂന്നാമത്തത് നക്തുബുൽ അജ്വിബ, ഉത്തരം എഴുതാനാണ്. ഇവിടെ കുറച്ച് ചോദ്യങ്ങളും ഉണ്ട്. അതിന് ഉത്തരം എഴുതാൻ അവിടെ ചെറിയൊരു അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഉത്തരം എഴുതാം. അതിലൊന്നാമത്തെ ചോദ്യം എന്താ? മാദാലിക്ക, അതെന്താണ് എന്നാണ്. അതിൽ ഇവിടെ ഒരു പൂവങ്കോയിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൂവങ്കോയ്ക്ക് എന്താ പറയുക? പൂവങ്കോയ്ക്ക് ദീക്കുൻ എന്നാണല്ലോ പറയുക. ദീക്കുൻ അല്ലേ? ദീക്കുൻ എന്ന് എഴുതിയാൽ പോരാ. അതൊരു നമ്മൾ ആൻസറാക്കി എഴുതുമ്പോൾ എന്ത് ചെയ്യണം? മാദാലിക്ക എന്നാണ് ചോദ്യം. ഈ മാ എന്നുള്ളത് ചോദ്യത്തിൻ്റെ ചിഹ്നമാണ്, ചോദ്യമാണ്. പിന്നെ അതിന് ഒഴിവാക്കിയിട്ട് ദാലിക്ക എന്നുള്ളത് ഉത്തരത്തേക്ക് എടുത്ത് എഴുതുക. അപ്പോൾ എന്തായി ആൻസർ? ദാലിക്ക ദീക്കുൻ എന്നായി. അത് എന്താണ്? പൂവങ്കോഴിയാണ്. ഈ രണ്ടാമത്തെ എന്താ? മാ തിൽക്ക. അപ്പോൾ ഇവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നത് ഇതെന്താണ്? ഇവിടെ ഒരു പിക്ചർ പിടക്കോയിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. പിടക്കോഴിക്ക് ദജാജത്തുൻ എന്നാണ് പറയാം അല്ലേ? ദജാജത്തുൻ. ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ വെറും പേര് മാത്രം എഴുതിയാൽ പോരാ. ക്വസ്റ്റ്യനിൽ ഈ മാ എന്നുള്ളതാണ് എന്ത്? ക്വസ്റ്റ്യൻ ടാഗ് എന്നൊക്കെ പറയും. അത് ഒഴിവാക്കിയിട്ട് തിൽക്ക എന്ന ബാക്കിയുള്ളത് അത് ആൻസറിൻ്റെ ആദ്യം എടുത്ത് എഴുതണം. ആദ്യം അത് എഴുതണം. എന്നിട്ട് പിന്നെ എന്താണോ സാധനം അതിൻ്റെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ തിൽക്ക ദജാജത്തുന്നായി. മാദാലിക്ക ദാലിക്ക ദീക്കുൻ, മാ തിൽക്ക തിൽക്ക ദജാജത്തുൻ. ഇനി അതിൽ മൂന്നാമതൊരു ചോദ്യം കൂടി ഉണ്ട്. ഐനൽ കിതാബു എന്നാണ്. പുസ്തകം എവിടെ? ഐനാറിന് എവിടെ? കിതാബ് പറഞ്ഞ പുസ്തകം. പുസ്തകം എവിടെ? ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. എന്താ പിക്ചർ? ഒരു മേശ ഉണ്ട്. മേശൻ്റെ മുകളിലാണ് കിതാബുള്ളത്. ഇത് അവിടെ കിതാബുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതണം? മേശയുടെ മുകളിലാണ് കിതാബ്, മേശയുടെ മുകളിലാണ് എന്ന് എഴുതേണ്ടത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഐനെയാണ് ക്വസ്റ്റ്യൻ ടാഗ്. എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ എന്നൊക്കെ അർത്ഥത്തിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവുമല്ലോ. അതാണ് ഒഴിവാക്കിയിട്ട് ബാക്കി എന്താ? അൽ കിതാബു എന്നാണ്. അത് ആദ്യം എഴുതണം. അൽ കിതാബു പുസ്തകം. ഇനി എവിടെയാണ്? മേശമേലാണ്. അപ്പം മേൽ എന്നുള്ളതിന് അല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുക. പിന്നെ മേശക്ക് ത്വാവിലത്തി. ത്വാവിലത്തി എന്നാണ് പറയാം. ത്വാവിലത്തി അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ അല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫീ അല അങ്ങനത്തെ ഒക്കെ വന്നാൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അഥവാ ഇതുണ്ടല്ലോ, ഈ തൊട്ടടുത്ത് വരുന്ന വാക്കിന് അവസാനം കസ്റ് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ അൽ കിതാബു അല ത്വാവിലത്തി. അല ത്വാവിലത്താന്നോ അൽ ത്വാവിലത്തു എന്നൊന്നും പറ്റില്ല. ത്വാവിലത്തി എന്നാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ എത്ര എഴുതാം? ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താണ്? നഉദ്ദുൽ അഷ്യ അവ നക്തുബുഹ ബിൽ അർഖാമി വൽ ഹുറൂഫി കമാ ഫിൽ മിസാലി. ഉദാഹരണത്തിലുള്ള പോലെ ഇവിടെ ഈ വസ്തുക്കളുടെ എണ്ണം എണ്ണിയിട്ട് അതിൻ്റെ അർഖാമ് നമ്പറുകൾ ഇവിടെ എഴുതുക. അത് അക്ഷരത്തിൽ ഇപ്പുറത്ത് എഴുതുക. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫസ്റ്റത്തെ മിസാൽ ഉദാഹരണം? ഇവിടെ ഒരു 3 പേനകളുണ്ടല്ലേ?
1, 2, 3 പേനകൾ. അതിൻ്റെ നമ്പർ ഇതവിടെ 3 എന്ന് അറബിയിൽ കൊടുത്തിട്ടുണ്ട്. അത് അക്ഷരത്തിൽ സലാസത്തുൻ എന്ന് പറയും. അതേപോലെ ഓരോന്ന് നോക്കുക. ഇത് നോക്കൂ. ഇനി അടുത്തത് എന്താണ്? ദാ വാഹിദ്, ഇസ്നാനി. ആണെങ്കിൽ എഴുതി തരാം. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഖംസ, സിത്ത, സബ, സമാനിയ. അപ്പോൾ സമാനിയ 8 നമ്പർ. പിന്നെ അക്ഷരത്തിൽ സമാനിയത്തുൻ എന്ന് എഴുതാം. ഇനി രണ്ടാമത്തത് 1 കഴിഞ്ഞു. രണ്ടാമത്തത് മുയലുകൾ അല്ലേ? വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഖംസ 5 എണ്ണമാണ്. അപ്പോൾ ഇവിടെ അക്കത്തിൽ ഇവിടെ എഴുതുക. പിന്നെ അക്ഷരത്തിൽ ഇവിടെ എഴുതുക ഖംസത്തുൻ. അത് കഴിഞ്ഞു. ഇനി മൂന്നാമതൊന്നും കൂടി പുസ്തകങ്ങളാണ്. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ. അത് 4 എണ്ണമാണല്ലോ അല്ലേ? അപ്പോൾ അർബ അക്ഷരത്തിൽ 4 എഴുതുക. പിന്നെ അത് അക്കത്തിൽ ഫസ്റ്റ് എഴുതുക. പിന്നെ അക്ഷരത്തിൽ രണ്ടാമത് എഴുതുക അർബഅത്തുൻ. എണ്ണങ്ങളും അതിൻ്റെ അക്ഷരത്തിൽ പറയുന്നതും എണ്ണങ്ങൾ റഖമുകൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണം 2. അത് കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇട്ടാൽ അത് 6 ആയി. 2 മാറും. കുട്ടികൾക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ 7, 8 ഇത് തലതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാറുണ്ട്. അപ്പോൾ അത് ഈ അക്കങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തൊരു ആക്ടിവിറ്റി 5ാമത്തത് നക്തുബുൽ ജം എഴുതാനാണ്. ഇവിടെ മുഫ്രദ് എന്നൊരു കോളമുണ്ട്, ജം എന്നൊരു കോളമുണ്ട്. 3 മുഫ്രദ് പിന്നെ മുഫ്രദായ 3 ഇസ്മുകളുടെ പേര് ഇവിടെ ഉണ്ട്. ഇനി അതിൻ്റെ ജം ആണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ? അതിൽ ഒന്നാമത്തത് ലൗനുൻ. ലൗനുൻ എന്ന് പറഞ്ഞാൽ നിറം, കളർ എന്നാണ്. അപ്പോൾ കളേഴ്സ് എന്ന് പറയണം. നിറങ്ങൾ എന്ന് പറയണമെങ്കിൽ അൽവാനുൻ. ജം എന്ന് പറഞ്ഞാൽ തോനുണ്ടാവും. മുഫ്രദ് പറഞ്ഞാൽ 1 ഉണ്ടാവുള്ളൂ. ജം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവും. അപ്പോൾ അൽവാനുൻ, ലൗനുൻ, അൽവാനുൻ എന്നാണ് അതിൻ്റെ ജം. രണ്ടാമത്തത് ത്വാലിബത്തുൻ എന്നാണ്, വിദ്യാർത്ഥിനി. അപ്പോൾ വിദ്യാർത്ഥിനികൾ എന്നുള്ളതിനെന്താ? ജം ത്വാലിബാത്തുൻ എന്നാണ് വരിക. ത്വാലിബാത്തുൻ. പിന്നെ മൂന്നാമത്തത് സൂറത്തുൻ. സൂറത്ത് എന്ന് പറഞ്ഞാൽ പിക്ചർ എന്നൊക്കെ പറയാം. രൂപം, പിക്ചർ. ഇപ്പോൾ പിക്ചേഴ്സ് എന്നാണെങ്കിൽ അതിൻ്റെ ജം എങ്ങനെ വരിക? സുവറുൻ എന്നാണ് കൊടുക്കുക. സുവറുൻ, സൂറത്തുൻ, സുവറുൻ. ലൗനുൻ ജം അൽവാനുൻ, ത്വാലിബത്തുൻ ജം ത്വാലിബാത്തുൻ, സൂറത്തുൻ ജം സുവറുൻ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.